കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുന്നു. അവരൊരു സമര സംഗമത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഈ മാസം 9-ന് പത്തനംതിട്ടയിലാണ് സംഗമം. സ്വർണ്ണപ്പാളി വിവാദം പ്രധാന ചർച്ചയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ തട്ടിപ്പായിരുന്നുവെന്ന പ്രചാരണവും കോൺഗ്രസ് നടത്തും. KR സാജു അതിന്റെ വിശദാംശങ്ങൾ നൽകും. സാജു, ഓരോ ദിവസവും കൂടുതൽ ദുരൂഹത ഉയരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിനും UDF-നും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ CPM-ഉം സർക്കാരും ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ എഡ്ജ്, അങ്ങനെ അവർ അവകാശപ്പെടുന്ന എഡ്ജ് മറികടക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. അതിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താനാവും UDF-ഉം കോൺഗ്രസും ശ്രമിക്കുക? ഈ പരിപാടി എങ്ങനെയായിരിക്കും നടത്തുക? UDF-ഉം കോൺഗ്രസും അതിശക്തമായി തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നത് എന്ന സൂചനകൾ കോൺഗ്രസിന്റെ പക്കലുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പരമാവധി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്നു. ആ യോഗത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ആ യോഗത്തിലാണ് പത്തനംതിട്ടയിൽ ഒരു സമര സംഗമം KPCC നേതൃത്വത്തിൽ തന്നെ ഈ വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 9-ാം തീയതി പത്തനംതിട്ട സ്റ്റാൻഡിന്റെ പരിസരത്തായിരിക്കും ഈ പരിപാടി നടക്കുക. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ സമരസംഗമത്തിലേക്ക് എത്തും. പ്രധാനമായും സ്വർണ്ണപ്പാളി വിവാദം, അത് സ്വർണം മോഷ്ടിച്ചു എന്ന രീതിയിലുള്ള പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അത്തരം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നും അതിന് CPM നേതൃത്വം കൂടി ഉത്തരം പറയേണ്ടതാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. കാരണം അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു, പത്മകുമാർ ആയിരുന്നു ദേവസ്വത്തിന്റെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തിന് ഈ ക്രമക്കേടിൽ തട്ടിപ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ, ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു രാഷ്ട്രീയമായ തട്ടിപ്പായിരുന്നു എന്ന രീതിയിലുള്ള പ്രചരണം കൂടി കോൺഗ്രസ് ഇതോടൊപ്പം നടത്തുകയും ചെയ്യും. ഇങ്ങനെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില രാഷ്ട്രീയ തിരിച്ചടിയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSന്റെ സഹകരണവും പിന്നീട് NSS നേതൃത്വം കോൺഗ്രസിനെതിരെ നടത്തിയ ചില പരാമർശങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട തിരിച്ചടികളുണ്ട്. ആ തിരിച്ചടികളെ രാഷ്ട്രീയമായി തന്നെ മറികടക്കാൻ ഈ അവസരത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം അപര്യാപ്തമാണെന്നും കൂടുതൽ വിശാലമായ അന്വേഷണം വേണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്.